എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു സ്റ്റേജിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മീഡിയൻ്റെ മുന്നിലോ കരയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദീപയ്ക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ, എന്തൊക്കെ കൊണ്ടുവരും? കുറേ പേരെ കൊന്നു കളയും. ഷൂട്ടഡ് സൈറ്റ് അത് അത്ര ചെയ്യാനുള്ളൂ, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. ചില ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ച് ഇനിയിപ്പോൾ ഇത് വർക്കൗട്ട് ആകും, ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റിലൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പാരൻസ് അല്ല, പക്ഷെ അല്ലാതെ കുറച്ച് പ്രഷേഴ്സൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഐ തോട്ട് ദാറ്റ് തിരിച്ചു പോയാലോ എന്ന്. പക്ഷെ പോവാഞ്ഞത് നന്നായി. ഇപ്പോൾ എവിടേക്കോ ഒരു നമ്മളിങ്ങനെ പിടിച്ചു നിർത്തല്ലേ ബാക്കിൽ നിന്ന്, അപ്പോൾ അതങ്ങനെ സ്റ്റേ ബാക്ക് ചെയ്തതാണ്. സി ലൈഫിലിപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരു പോയിന്റിൽ വേർ വി ഫീൽ ദാറ്റ് യു ആർ നോട്ട് ഡിസേർവിങ് ദിസ്. ഐ ഫെൽറ്റ് ലൈക്ക് ഐ ജസ്റ്റ് ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ക്രിറ്റിസിസംസ് എടുക്കുന്നത് ദീപ തോമസ് എന്ന വ്യക്തി? അയ്യോ, ഒരിടയ്ക്ക് എനിക്ക് ക്രിറ്റിസിസംസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ റിയാക്ട് ഒക്കെ ചെയ്തൊരു പോയിന്റ് ഉണ്ട്. എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളല്ലാണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ദെൻ ഐ റിയലൈസ് ദാറ്റ് ഞാനിങ്ങനെയാണ്. ഇതിപ്പം എന്ത് ചെയ്യാനാണ്? ഇപ്പം നമ്മൾ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അത് ഇപ്പം എനിക്കത് തന്നെ ബാധിക്കുന്ന പോലുമില്ല. കാരണം ആർക്കും നമ്മുടെ ജേർണി എന്താണെന്ന് അറിയില്ല. സോ അവരുടെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹായ്, ഹലോ, എല്ലാവർക്കും പോഡ്കാസ്റ്റ് വിത്ത് മസ്താനിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആക്ട്രസ് ആണ്. ഇപ്പോൾ റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയൊരു തെലുങ്ക് ഫിലിമിൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യണം ദീപ തോമസ്. ഹലോ. ഹലോ, ലുക്കിംഗ് സോ പ്രിറ്റി. ഞാൻ ആദ്യമായിട്ട് നേരിട്ടാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ തന്നെ നോക്കി കൊള്ളാം അല്ലേ? ഓക്കെ, ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം തെലുങ്ക് ഡിബേറ്റ് മൂവി അല്ലേ? എന്താ അതിൻ്റെ ഒരു, ഇപ്പോൾ അതിൽ ഇത്രയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തു, ഭയങ്കരമായിട്ട് എന്താ ക്ലോസ് ടു ദ ഹാർട്ട്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് കുറേ സ്പീച്ചസ് കണ്ടു. അപ്പം എന്താ അതിൻ്റെ വിശേഷം? രേണുക റാവ് ബഹദൂർ സിനിമേൻ്റെ പേര്. എൻ്റെ തെലുഗു ഡെബ്യൂ, ആസ് യു സെഡ്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ലൈഫിൽ കിട്ടിയിട്ടുള്ളൊരു ജെം ഓഫ് എ മൂവിയാണത്. അതിൽ ഞാൻ രേണുക എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇറ്റ്സ് പെർട്ടിക്കുലർലി ഒരു BSc നേഴ്സ് ക്യാരക്ടറാണ്. റിയൽ ലൈഫിലും ഞാനൊരു BSc നേഴ്സാണ്. അപ്പം എന്തുകൊണ്ടും എൻ്റെ ലൈഫിൽ എനിക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറും കൂടിയാണ്. വെങ്കിടേഷ് മഹാ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. സത്യദേവ് കഞ്ചാറിനെയാണല്ലോ ആക്ടർ. സോ ഒരുപാട് ലെയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. ഇത്രയും ഒരു 9 years ഓഫ് ജേർണിയിൽ ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സിനിമയും കൂടെ ആയിരിക്കും ഇത്. എങ്ങനെ തെലുങ്കിലേക്ക്? കാരണം ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും ചെയ്ത ക്യാരക്ടർ, ഇപ്പോൾ പെരുമാനി, ഹോം, കരിക്ക്, അതിലേക്ക് നമ്മൾ ചെയ്തതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ, ഞാനൊരു പ്രസ് മീറ്റിലാണ് കാണുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റോയൽ ലുക്കിലൊക്കെ വന്നിട്ട്, പ്രസ് മീറ്റാണോ അതിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തെലുങ്ക്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും തെലുങ്കിലേക്ക് പോയി. ഓക്കെ, എങ്ങനെയാണ് ആ തെലുങ്കിലേക്ക് എത്തിയത്? അത് എനിക്ക് ആക്ച്വലി ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഓഡീഷൻ ചെയ്യണം, ആദ്യം നമുക്ക് നറേഷൻ കേൾക്കാം എന്ന് പറഞ്ഞാൽ നറേഷന് ഞാൻ പോയി. നറേഷൻ കേട്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇതൊരു നോർമൽ സ്റ്റോറി അല്ല, കുറച്ചൊരു മാജിക്കൽ റിയലിസം ഉള്ളൊരു പരിപാടിയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 2 days എന്നോടൊരു ഓഡീഷൻ വീഡിയോ അയക്കാൻ പറഞ്ഞു. ആ ഓഡീഷൻ വീഡിയോയിൽ ഇത് ഈ ടംഗ്ലീഷിലാണ് എനിക്ക് അയച്ചു തന്നത്. അത് എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ പോലും തന്നിട്ടില്ല. നിനക്ക് എന്താണോ മനസ്സിലായത് അത് ഒരു ഓൾറെഡി നറേഷൻ കേട്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നീ ഒരു വീഡിയോ ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇരുന്ന് മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നിന്നിട്ട് ഓരോ ആ ടംഗ്ലീഷിൽ തന്നത് എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ആ സീൻ ഞാനൊന്ന് ഓർത്തെടുത്ത് എങ്ങനെ ഒരു വീഡിയോ അയച്ച് ആഫ്റ്റർ 2 days എനിക്ക് കൺഫേംഡ് ആയി ആ ക്യാരക്ടറിന്. വിച്ച് ഇസ് എ ബ്ലെസ്സിങ്. ലൈഫിൽ നമുക്കൊരു ബ്ലെസ്സിങ് കിട്ടുക എന്ന് പറയുന്ന പോലെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. തെലുങ്ക് അറിയായിരുന്നോ? ലാംഗ്വേജ് ഇല്ല, ഒട്ടും അറിയില്ല. അപ്പം അവിടെ പോയപ്പോൾ അങ്ങനത്തെ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു സെറ്റിൽ പോകുമ്പോഴൊക്കെ? സെറ്റിൽ ഞങ്ങൾക്ക് ആക്ച്വലി ഒരു 6 months ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡയറക്ടർ ആണെങ്കിലും പിന്നെ അവിടുത്തെ ADs ഒക്കെ ആണെങ്കിലും നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യായിരുന്നു. അപ്പം അവിടെ ഇരുന്ന് നമ്മൾ പഠിക്കണം ഓൾ ദ സീൻസ്. അപ്പം മറ്റേ ABCD അല്ല, ടംഗ്ലീഷിൽ തന്നെ, തെലുഗു തന്നെ അത് പറഞ്ഞ് പഠിക്കായിരുന്നു. അപ്പം ആ ഡയലോഗ്സ് ഒക്കെ ഞാൻ ഇപ്പോഴെന്നോട് ചോദിച്ചാലും എനിക്കറിയാം. അപ്പം അത്രയും ബൈ ഹാർട്ടഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്. ഏറ്റവും ഫേവറേറ്റ് ഒരു ഡയലോഗ് ആ പടത്തിലെ മെയിൻ സാധനമാണ്.
రావ్ బహదూర్ అంటే అర్థం తెలుసా మీకు? రావ్ అంటే ప్రిన్స్ అండ్ బహదూర్ అంటే బ్రేవ్. రావ్ బహదూర్ అంటే ధైర్యం గల యువరాజుని అర్థం. ഓക്കെ. ദിസ് ഇസ് വൺ ഓഫ് ദ മേജർ ഡയലോഗ്. എന്ന് വെച്ചാൽ റാവ് ബഹദൂർ എന്താന്ന് ചോദിക്കുന്നത്. റാവ് എന്ന് വെച്ചാൽ പ്രിൻസ്, ബഹദൂർ എന്ന് വെച്ചാൽ ബ്രേവ്. റാവ് ബഹദൂർ എന്ന് വെച്ചാൽ ബ്രേവ് ആൻഡ് ലൈക്ക് ഓക്കെ. പ്രിൻസ് വിത്ത് എ ബ്രേവ് മൈൻഡ് എന്നുള്ളതാണ്. ഭയങ്കര പ്രൊനൗൺസിയേഷൻ ഒക്കെ ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടാണത് ചില വാക്കുകൾ കിട്ടാൻ. അപ്പം നമുക്ക് ഈ ബാബ അങ്ങനത്തെ ചില വാക്കുകൾ അവിടെ പറയുമ്പം എന്നെ എപ്പോഴും കളിയാക്കും. ഞാനിപ്പോൾ ദീപ തോമസ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഡയറക്ടർ പോലും കളിയാക്കായിരുന്നു. കാരണം എൻ്റെ പ്രൊനൗൺസിയേഷന് കുറച്ച് അവർക്ക് ഭയങ്കര അച്ചടി പോലെയാ, ഭയങ്കര ടഫാണത്. ഓക്കെ. ഇതിൽ ഞാൻ കണ്ടപ്പം സ്റ്റേജിൽ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഇപ്പോൾ 9 years ജേർണിയിൽ അത്രയും ആഗ്രഹിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല, ഇങ്ങനത്തെ ഒരു മൂവി ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ഇങ്ങനെ വേണം, ഇത്രയും അപ്രിസിയേഷൻ കിട്ടണം എന്നൊക്കെ ഉള്ളൊരു അതിൻ്റെയൊക്കെ ഒരു ഡ്രീം കം ട്രൂ മൊമെൻ്റ് ലീവ് ചെയ്ത പോലെ എനിക്ക് ഈ ഫിലിം സംബന്ധിച്ചുള്ള പല വീഡിയോസ് കണ്ടപ്പോഴും തോന്നി, ചുമ്മാ ഒരാൾ നമ്മൾ ഇമോഷണൽ ആവില്ലല്ലോ, നമ്മുടെ അത്രയും ഹൃദയത്തിൽ അത് തൊടുമ്പോഴല്ലേ നമ്മൾക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ കുറേ ഇമോഷണലായിട്ട് കണ്ടു. അതെന്തായിരുന്നു? എൻ്റെ ലൈഫിൽ ഒരിക്കലും ഒരു സ്റ്റേജിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു മീഡിയൻ്റെ മുന്നിലോ കരയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു മൊമെൻറ്റ് ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആൾക്കാരുടെ അപ്രിസിയേഷൻ, നമുക്കൊരു പോയിന്റിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ അത് ആക്ച്വലി കരഞ്ഞും ഇതാക്കിയതല്ല, പക്ഷെ എനിക്ക് സന്തോഷം കൊണ്ടുള്ളൊരു കരച്ചിലായിരുന്നു അത്. ആ ഒരു മൊമെൻറ്റ് ഞാൻ ഇപ്പോഴും ചെറിഷ് ചെയ്യുന്നുണ്ട്. അതാണ് ആക്ച്വലി എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും ഓരോ സിനിമ കാണുമ്പോൾ ഇങ്ങനെ പറയും, ഇത് കൊള്ളത്തില്ല, നിനക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കണം അഭിനയം എന്ന് എപ്പോഴും പറയുന്ന ഒരാളാണ്. പക്ഷേ ഈ സിനിമ കണ്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛൻ ആദ്യമായിട്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സ്, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് വന്നിട്ട് ഇപ്പോൾ ഓക്കെ യു ഡിഡ് വെരി വെൽ, അടിപൊളിയായിരുന്നു എന്ന് പറയും. അതും നമ്മൾ നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയുന്നത് വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അപ്രിസിയേഷൻ, നമുക്കും അത് വേറെ രീതിയിൽ നമ്മളെ ഹിറ്റ് ചെയ്യും. അതുപോലെ തന്നെ കുറേ സീനിയർ ആക്ടേഴ്സ് പബ്ലിക്കലി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു മൊമെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യത്തെ അപ്രീസിയേഷൻ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ സിനിമയ്ക്ക് ശേഷം മഹേഷ് ബാബു ഗാരുമാണ്. പുള്ളിയാണ് ആദ്യമായിട്ട് ഒരു ട്വീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പറയുമ്പോൾ സത്യദേവാണതിൽ റാവ് ബഹദൂർ പ്ലേ ചെയ്യുന്ന ആൾ. പക്ഷേ ദ മൊമെൻറ്റ് ഹി തോട്ട് ഓഫ് ജസ്റ്റ് മെൻഷനിങ് ദറ്റ് ആക്ട്രസ് ടു എന്ന് പറയുന്നത് ഒരു ബിഗ് തിങ് ആണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം എൻ്റെ ആവശ്യം പറയുമ്പോൾ ഇല്ല, പക്ഷേ ഹി ആക്ച്വലി വാച്ച് ദാറ്റ് ഫിലിം. സിനിമ ഇറങ്ങുന്നതിന് മുന്നേ സിനിമ കണ്ട് അതിനൊരു റിവ്യൂ തന്നതാണ്. അത് ഞാൻ ഇതുപോലൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ എന്നോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര തലേ ദിവസമാണ് ചോദിക്കുക, തലേ ദിവസം ഇത് ഉണ്ടാവുന്നു, പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ അവിടെ ഇരിക്കുക. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അവിടെയും ബേസ്റ്റ് ഔട്ടായിരുന്നു. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമായിരുന്നു. അതേപോലെ മഹാനടീൻ്റെ ഡയറക്ടർ അപ്രിസിയേറ്റ് ചെയ്തായിരുന്നു. പിന്നെ സന്ദീപ് വാങ്ങറെഡ്ഡി അപ്രിഷിയേറ്റ് ചെയ്തായിരുന്നു. ഒരു സീൻ സ്പെസിഫിക്കലി പറഞ്ഞിട്ട്, അത് ഞാൻ ചെയ്തിട്ടുള്ള ഈ ക്യാരക്ടർ ജസ്റ്റ് ഒരു വന്നു പോകുന്നൊരു ക്യാരക്ടർ അല്ല എന്നും ഇതിലെപ്പോഴും ആൾക്കാരുടെ ഉള്ളിലിരിക്കണം എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിച്ചിട്ടുണ്ട്. അത് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവരുടെ അപ്രിസിയേഷൻ കൂടെ വന്നപ്പോൾ എൻ്റെ ഇറ്റ് ബിക്കെയിം ഫുൾ. ഓക്കെ. അതാണോ ഭയങ്കരമായിട്ട് ചില ഇമോഷണൽ സീൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നില്ലേ? ഒരിക്കലും നമുക്കിപ്പോഴും വിട്ടു പോകാൻ പറ്റാത്ത അങ്ങനെ കുറേ ഇമോഷണൽ സീൻസ് ആ ഒരു ക്യാരക്ടറിന് ഗോ ത്രൂ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതെങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? സോ അതിലൊരു സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ 3 ക്യാരക്ടറിൽ 3 ഏജ് കാണിക്കുന്നുണ്ട്. അപ്പം ഒരു പ്രായത്തിൽ എനിക്ക് കൊച്ചുണ്ടാവുന്നതും ആ കൊച്ച് മരിച്ചു പോകുന്നൊരു സീനുണ്ട് അതിൽ. അപ്പോൾ ആ സീൻ എനിക്ക് കൊച്ചില്ലല്ലോ, അപ്പോൾ എനിക്കത് എങ്ങനെ ഇമോട്ട് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ ആകപ്പാടെ ചെറുപ്പം മുതലേ വളർത്തി എൻ്റെ മൈൻഡിലുള്ള ഒരാളെന്ന് പറയുന്നത് എൻ്റെ പട്ടിക്കുട്ടിയാണ്, അവറാച്ചൻ എന്നാണ് പേര്. അപ്പോൾ ഇവനെ ഞാൻ നോക്കിയതും ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ വന്നത്. അപ്പോൾ ആ സീൻ എടുത്തുകൊണ്ടിരുന്നപ്പം ഐ ഷുഡൻ നെവർ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പോവുക എന്നറിയുമ്പോൾ ഉള്ളൊരു ഇമോഷൻ കാണിക്കാൻ ഐ പ്ലേസ്ഡ് ആ കൊച്ചിന് പകരം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് അവറാച്ചനായിരുന്നു. വിച്ച് ഇസ് വെരി റൂഡ് ടു മൈസെൽഫ്, ബട്ട് ഐ വാണ്ടഡ് ടു മേക്ക് ദാറ്റ് ലിറ്റിൽ മോർ സ്പെഷ്യൽ. അപ്പം ആ സീൻ എനിക്ക് ഇപ്പോഴും ഞാൻ ആ സീൻ കണ്ടാലോ, അല്ലെങ്കിൽ ആ ഒരു പാട്ടുണ്ടാകും മരിക്കുന്ന സമയത്ത്, അതെനിക്കിപ്പോഴും കേൾക്കാൻ പറ്റില്ല. ഭയങ്കര ക്ലോസ് ടു മൈ ഹാർട്ടാണ്. ഭയങ്കര ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു സീനാണത്.
ഓക്കെ. അത് ആക്ച്വലി നമ്മൾ അത്രയും ബ്രേവ് ആയിരിക്കണം. ലൈക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇത് പ്ലേസ് ചെയ്ത് ആ ഇമോഷൻ ക്യാരി ചെയ്ത് അതോടെ കാണിച്ച് ആ കട്ട് പറയുമ്പോൾ അത് വിട്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ മഹാ എന്ന് വെങ്കടേഷ് മഹാ ആണ് ഡയറക്ടർ. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഒരിക്കലും നമ്മളെ കൺട്രോൾ ചെയ്യില്ല. ഇപ്പം ഇങ്ങനെ ഒരു സാധനത്തിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ, ഇതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൻ്റെ അവിടെ ആണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു റിവർ സൈഡിൽ. അപ്പോൾ എൻ്റെ അടുത്ത് ദീപ ഗോ ഷൂട്ട്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിനു മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, ഇത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് ഇത് ഇമോട്ട് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ആ സ്പേസ് കുറച്ച് നേരം ഇങ്ങനെ സൈലൻ്റ് ആയിപ്പോയി. ഈവൻ എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു സീൻ, കാരണം അത് അത്രയും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനും കൂടെ ആയിരുന്നു. ആൻഡ് ഐ ഫെൽ സോ ഹാപ്പി ദാറ്റ് എനിക്ക് അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയൊരു സിനിമ റാവ് ബഹദൂറിലായിരുന്നു കിട്ടിയേക്കുന്നത്. സോ ഐ വാസ് വെരി ഹാപ്പി ദാറ്റ് ഫൈനലി ഐ ഗോട്ട് സംതിങ് ടു ഡു. നോ വൺ പ്രഷറൈസിങ് ചെയ്യാണ്ട് തന്നെ നമുക്കത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഐ എം സോ ഹാപ്പി. എങ്ങനെ ദീപ എന്ന് പറയുന്ന ആക്ട്രസ് ഡയറക്ടേഴ്സ് ആക്ടറാണോ, അല്ലെങ്കിൽ നമ്മുടേതായ രീതിയിൽ പെർഫോം ചെയ്യുന്ന, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആക്ടിങ്സ് ഉണ്ടല്ലോ പല ആക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്. ദീപ എന്ന് പറയുന്ന ആക്ട്രസ് എങ്ങനെയാണ്? ഐ ആം എ മിക്സ് എന്നുവെച്ചാൽ ഡയറക്ടേഴ്സ് ആക്ടറുമാണ്, പ്ലസ് എനിക്കിപ്പോൾ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാൻ തോന്നിയാലും ഞാൻ അതും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഐ വുഡ് സേ ഐ ആം എ മിക്സ് ഓഫ് ഇറ്റ്. ഓക്കെ. ഈ ഫിലിമിന് അതായത് ഇപ്പം ഇത്ര നാളത്തെ ഒരു കരിയറിൽ ഈ പറഞ്ഞ പോലെ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഓർത്തിരിക്കും. ഫസ്റ്റ് തന്നെ കരിക്കിലും മറ്റു പുള്ളിക്കാരില് അങ്ങനെ, പിന്നെ അതിനുശേഷം അത് മാറി. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ചെയ്ത് ചില ആളുകൾ ആ ക്യാരക്ടർ തന്നെ എത്ര ചെയ്താലും ആ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതിനുശേഷം വരുന്ന ഓരോ ക്യാരക്ടറിലേക്കും മാറാൻ തുടങ്ങി ആളുകളുടെ മനസ്സിലേക്കും. അപ്പോൾ ഇതുവരെ ഭയങ്കരമായിട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഈ ഓഡിയൻസിൻ്റെ അടുത്തു നിന്നുള്ള റിയാക്ഷൻ, ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കാം, നേരിട്ട് കണ്ടിട്ടുള്ള ഒരു അപ്രിസിയേഷൻ ആയിരിക്കാം, അത് ഓഡിയൻസിൻ്റെ അടുത്തു നിന്ന് കിട്ടിയത് ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? പെരുമാനി സിനിമ ചെയ്തിട്ടുണ്ട്, അതാ തോന്നുന്നു ഫേവറേറ്റ് അല്ലേ? അത് എൻ്റെ ഫേവറേറ്റും ആണ്. ഞാൻ ഭയങ്കര ലോസ്റ്റ് ആയിരിക്കുമ്പോൾ എൻ്റെ ലൈഫിലേക്ക് വന്നൊരു സിനിമയാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും ഞാൻ അത് പറയാറുണ്ട്, ഇതൊരു നമ്മുടെ ലൈഫിലൊരു മിറാക്കിൾ മൊമെൻ്റ് ഉണ്ടാവാന്ന് പറഞ്ഞാൽ ഞാൻ പറയും പെരുമാനിയാണ്. മജൂക്കയ്ക്ക് എപ്പോഴോ തോന്നി, സുലേഖ മനസ്സിൽ കണ്ടപ്പം ഇവളെ പ്ലേസ് ചെയ്യാം ഈ ഒരു ക്യാരക്ടറിലേക്ക്. ഫാത്തിമ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ തരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നുള്ളൊരു ഒരു മൊമെൻ്റാണ്. ഞാനൊരു പരിപാടിക്ക് പോയപ്പം OTT വന്നപ്പോഴാണ് കൂടുതൽ ആളുകൾ ആ സിനിമ കാണുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിയേറ്ററിൽ വിസിറ്റ് നടത്തുമ്പോൾ ഒക്കെ ഞാൻ ഫ്രണ്ട്സിനോട് എല്ലാവരും പറയണം സിനിമ കാണണം, തിയേറ്റർ മിസ് ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊരു വോയിസ് ഉണ്ടല്ലോ. പക്ഷെ ഐ വാസ് ഷുവർ ദാറ്റ് അത് തിയേറ്ററിൽ നിന്ന് മിസ്സാവുന്നത് നിങ്ങൾ പറയും ലൈഫിൽ. സോ ഐ യൂസ് ടു ഗെറ്റ് ദാറ്റ് മെസ്സേജസ് ആൻഡ് കമൻറ്റ്സ്. ഞങ്ങൾക്ക് തിയേറ്ററിൽ മിസ്സായി പോയൊരു ജെം ഓഫ് എ ഫിലിം ആയിരുന്നു പെരുമാനി എന്നുള്ളത്. സോ വെൻ ഐ വെൻറ്റ് ഫോർ എൻ ഇവൻറ്റ്, അവിടെ കണ്ണ് കാണത്തില്ല, സംസാരിക്കും, കേൾക്കാൻ പറ്റും. ഈ പുള്ളിക്കാരി ഈ സിനിമ നമ്മളിങ്ങനെ അവരുടേതായ രീതിയിൽ അവർ ആ സിനിമ കേട്ടിട്ട് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് ഇരിക്കുക, ഇവൻറ്റിന് വന്നതാണ് ഗസ്റ്റായിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം എന്താ പേരെന്തപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു ദീപ ആണ്, പെരുമാനി എന്ന് പറഞ്ഞ പെരുമാനിയിൽ ഫാത്തിമ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത കുട്ടിയാണോ? ഞാൻ എപ്പോഴും കാണുമ്പോൾ ആലേക്ക് ചോദിക്കണം എന്ന് വിചാരിക്കും, ഒളിച്ചോടിയപ്പോൾ എന്തായിരുന്നു ഫീലിംഗ്. അയ്യോ, ആ പുള്ളിക്കാരെ എപ്രിഷ്യേറ്റ് ചെയ്തൊരു മൊമെന്റ് ഉണ്ട്. ഞാൻ ഐ വാസ് ലൈക്ക് ലിറ്ററലി ഐ വാസ് ഇൻ ടിയേഴ്സ്. കാരണം നമുക്ക് കണ്ണ് കാണാൻ പറ്റുക, നമുക്ക് കേൾക്കാൻ പറ്റുക, സംസാരിക്കാൻ പറ്റുക എന്നുള്ളൊരു ഒരു ബ്ലെസ്സിങ് ആണ്. വെൻ ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ സം വൺ, ബട്ട് ആ ഒരു ഒരു സിനിമ കാണാൻ പറ്റാതെയും കേട്ടൊരു സിനിമ കേട്ടിട്ട് അതിനെപ്പറ്റി റിവ്യൂ പറയാന്ന് പറയുന്നത് ഐ ഫെൽ സോ സ്പെഷ്യൽ. ഞാൻ ആ ഒരു മൊമെന്റ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. ഓക്കെ. ഇപ്പം അതായത് സിനിമ എന്ന് പറയുന്നത് ഈ ഒരു മീഡിയ എന്ന് പറയുന്നത് തന്നെ ഒരു കോമ്പറ്റീഷൻ നിറഞ്ഞൊരു ഫീൽഡാണ്. അപ്പം ചില സമയങ്ങളിൽ കുറേ കൈ നിറയെ സിനിമകൾ വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും, ചില സമയത്ത് അവർക്ക് ഉണ്ടാവില്ല. കാരണം ഓരോ ദിവസം പുതിയ പുതിയ ആക്ട്രസസ് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫീൽഡിൽ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? കാരണം 9 years എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. അല്ല, ഐ ബിലീവ് ദാറ്റ് നമുക്കുള്ളതാണെങ്കിൽ ലൈഫിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വരും എന്നുള്ളത് ഞാൻ വിശ്വസിക്കാൻ
ആഗ്രഹിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഈ 9 ഇയേഴ്സിലും ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. ഞാനിപ്പോഴും സിനിമകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിനിമ വരും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും ആ തടസ്സമില്ലേ? സിനിമ മാത്രമല്ല, ഇപ്പം എല്ലാ ഫീൽഡിലും ഇതൊരു കോമ്പറ്റീഷനായിട്ടല്ല കാണുന്നത്. പക്ഷേ എനിക്ക് നല്ല സിനിമകൾ ചെയ്ത് അതിൻ്റെ പാർട്ടാവണം എന്നും സസ്റ്റെയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഐ ഡോണ്ട് ടേക്ക് ഫിലിം ആസ് എ കോമ്പറ്റീഷൻ. അതിൽ കാര്യമില്ല എന്ന് മനസ്സിലായത്. അങ്ങനത്തെ ഭയങ്കര പോസിറ്റീവായിട്ട് വിചാരിക്കുന്ന ഒരാളാണോ പൊതുവെ? ആണ്. ഓക്കെ. എന്താ അപ്പം അങ്ങനെ ലൈക്ക് നമ്മളിപ്പോൾ ഡൗൺ, ഇപ്പം മൂഡ് സ്വിങ്സ് വരാം, ചില സമയത്ത് നമുക്കിങ്ങനെ അയ്യാന്ന് പറഞ്ഞിരിക്കുന്നൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ലേ, ചുമ്മാ മടിയായിട്ടൊക്കെ. ആ സമയത്ത് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുക സ്വയം? ഓക്കെ ദീപ, നീ ഇത് ചെയ്യണം. ഞാൻ കണ്ണോടി നോക്കി സംസാരിക്കും. എന്താ സംസാരിക്കുക? കണ്ണാടി നോക്കി നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന. ഇപ്പം നമ്മൾ എലോൺ ആണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മിററിൽ നോക്കി ഞാൻ സംസാരിക്കും, ഞാൻ മോട്ടിവേറ്റ് ചെയ്യും. ഇതല്ല, ഇതൊന്നും എന്തല്ല, ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് തരാം. ആ സാധനം ഞാൻ പറയാറുണ്ട് മിററിൽ നോക്കി. പിന്നെ ഞാൻ ജേർണലിങ് എഴുതും. ജേർണലിങ് ഉണ്ട് എനിക്ക്. പിന്നെ കുറച്ച് കോൺഫിഡൻസിന് ഇടയ്ക്ക് വർക്കൗട്ട് ചെയ്യാൻ പോകും. ഇതൊക്കെയാണ് ഞാൻ വർക്കൗട്ട്. ഇപ്പം ഞാൻ കുറച്ചായി വർക്കൗട്ട്, സുഖമില്ലാത്തോട്ട് ചെയ്യാറില്ല. പക്ഷേ ഒരു 3-4 ദിവസം ചെയ്യും വർക്കൗട്ട്. ജിമ്മിൽ പോകും. ഓക്കെ. അത് അതായത് ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ഒരാളാണോ? ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പോകുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് സുഖമില്ലാത്തതുകൊണ്ട് എനിക്ക് സുഖമില്ല, മടിയല്ല, എനിക്ക് ആക്ച്വലി ചെറുതായിട്ടൊന്ന് ഫുഡ് പോയ്സൺ പിടിച്ചായിരുന്നു. അതാ എന്നോട് വന്നപ്പോ തന്നെ ചോദിച്ചു ഫുഡ് പോയ്സൺ വന്നിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പോണില്ല. ഞാൻ റെഗുലർ ആയിട്ട് പോകുന്ന ഒരാളാണ്. ഓക്കെ. ഈ ദീപ തോമസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എപ്പോൾ മുതലാണ് ആക്ടിങ്, മോഡലിംഗ് അതിലേക്കൊക്കെ ഒരു താല്പര്യം വന്നത്? എനിക്ക് മോഡലിംഗ് മാത്രമായിരുന്നു ഇൻട്രസ്റ്റ്. മോഡലാവുക, ഫോട്ടോഷൂട്ട്സ് ചെയ്യുക, മറ്റേ വീഡിയോ ഷൂട്ട്സ് ചെയ്യുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ സിസ്റ്ററാണ് എന്നോട് പറയുന്നത്, ദീപ്തി, ഞാൻ ആച്ചി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ ഒരു പ്രാവശ്യം, അവൾ കാനഡയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അപ്ഡേറ്റ്സ് ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോഡലിങ്ങിന് നീ മോഡലിംഗ് മാത്രം നോക്കാണ്ട് കുറച്ച് സിനിമ ഓഡീഷൻസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യും, ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി വന്നാലോ എന്ന് പറഞ്ഞിട്ട് ചേച്ചിയാണ് ആക്ച്വലി എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത ഒരാൾ സിനിമയിലേക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ഓഡീഷൻസൊക്കെ പ്ലേസ് ചെയ്ത് അങ്ങനെ വൈറസാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്, ജൂനിയർ ഡോക്ടറായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വന്നു. കരിക്ക് ചെയ്തു, ഹോം ചെയ്തു, പെരുമാനി ചെയ്തു, സുലൈഖ മനസ്സിൽ ചെയ്തു. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ സ്റ്റിൽ അങ്ങനെ ഇപ്പം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ എത്തി നിൽക്കുന്നു. അതെ. ഈ തെലുങ്കിൽ ഇനി നമ്മൾക്ക് കാരണം ഇപ്പം ഇവിടെ നിന്ന് തെലുങ്കിലേക്ക് പോയ ആളുകളൊക്കെ അവിടെ ഇപ്പോൾ സ്ഥിരം. ഇപ്പം അനുപമ മലയാളത്തിലേക്ക് ഇല്ല, ഇപ്പോൾ പുള്ളിക്കാരി അവരുടെ സ്വന്തം ആളായി മാറി. അപ്പൊ ഇനി ദീപ അവിടെ തന്നെ ആയി പോകൂ, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഒരിക്കലും ഞാൻ പറയില്ല. എനിക്ക് മലയാളം ശരിക്കും എനിക്ക് മലയാളം തന്നെ ഇഷ്ടം. അത് ഞാൻ അവിടെ പോയപ്പോഴും പറഞ്ഞിരുന്നു. അത് ഏതൊരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, മലയാള സിനിമകൾ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഈ സ്കെഡ്യൂൾ ബ്രേക്ക് ഉണ്ടെങ്കിലും പക്ഷെ ഒരു സ്ട്രെച്ചിൽ 1 മന്തിനുള്ളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളുടെ ഇതുകൊണ്ടായിരിക്കാം, ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ തെലുഗു സിനിമ ഒക്കെ അത്യാവശ്യം ടൈം എടുത്ത് ചെയ്ത് 2 വർഷം എടുത്തു ഞാൻ ഈ പടം കംപ്ലീറ്റ് ആക്കാൻ. ഇവർ സ്കെഡ്യൂൾ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വലിയ സ്കെഡ്യൂൾ ബ്രേക്ക് അവർക്കുള്ളത്. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. കാരണം മലയാളത്തിൽ ഇപ്പം അഭിനയിച്ച ഏറെക്കുറെ മലയാള സിനിമ എങ്ങനെയാണ് അവരെടുക്കുന്നത് എന്നൊക്കെ നന്നായിട്ട് അറിയും. തെലുങ്കിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയൊരാളാണ്. അപ്പം എന്തൊക്കെ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് ചോദിക്കാൻ വരും. ഇതായിരുന്നു മേജർ വ്യത്യാസം. നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് വളരെ ഒരു സംഭവമാണ്. അവർ തുടങ്ങി പെട്ടെന്ന് എങ്ങനെങ്കിലും അത് എങ്ങനെങ്കിലും നല്ലാതെ നല്ല രീതിയിൽ അവർ തീർക്കും. അതിന് ടൈമൊന്നും ഇല്ല അവർക്ക്. ലൈക്ക് കുറേ ടൈം എടുക്കില്ല അവരതിന്. നമ്മുടെ തെലുഗു സിനിമയിൽ അങ്ങനെയല്ല. കുറച്ച് സമയമൊക്കെ എടുത്ത് ലെഷറിങ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെയാണ് അവർ പടം ഇറക്കുന്നത്. പക്ഷെ ഇറക്കുന്നതെല്ലാം ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ഇറക്കുക. ഇപ്പം കരിക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പം കരിക്ക് ടീം അവർ പ്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നു, സിനിമകൾ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇപ്പം റീസെൻ്റ്ലി അത് കൺഫേം ആയിട്ട് അനൗൺസ് ചെയ്തു. അപ്പം അതിലുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ഇപ്പം അതിൽ മറ്റേ കുട്ടി ഇപ്പോൾ ഭരതനാട്യത്തിലൊക്കെ ഉണ്ടല്ലോ, ശ്രുതി ആയിട്ടുണ്ട്. കൂടുതലും ഞാൻ അനുവായിട്ട് നല്ല നമ്മളെപ്പോഴും അപ്ഡേറ്റ്സ് ഒക്കെ ചോദിക്കുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അത് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഉണ്ട്, എല്ലാവരും ഉണ്ട് ക്ലോസ്. ഇപ്പം നഴ്സായിരുന്നു. ഇപ്പം നഴ്സിംഗിൽ നിന്ന് ഞാൻ വന്നപ്പോഴും ചോദിച്ചായിരുന്നു, നിങ്ങൾ ഈ ഹെൽത്ത് കെയർ ഫീൽഡിലുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ സിനിമയിലേക്ക് വരുന്നത്.
ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചു കഷ്ടപ്പെട്ട അമ്മയോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നിനക്ക് എന്തുകൊണ്ട് പണിക്ക് പോയിക്കൂടാ? അല്ല, നമുക്കൊരു മിസ്സിങ് തോന്നി, കാരണം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ടത്. അതെ അതെ. ഞാനങ്ങനെ കുറച്ച് പറയല്ല, ബട്ട് നഴ്സിംഗ്, ഡോക്ടർ ആ ഒരു പരിപാടിയൊക്കെ അത്യാവശ്യം നല്ല എല്ലാം വേണം. അപ്പോൾ അത് വിട്ടിട്ട് അതാ ഞാൻ എൻ്റെ പ്ലാനിങ് റിസ്ക് അല്ലേ ശരിക്കും എടുത്തത്? അതെ, പക്ഷെ എൻ്റെ പ്രിൻസിപ്പളും ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. പോയി രക്ഷപ്പെടും കൊച്ചേ എന്ന് പറയുന്ന പോലെ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കോളേജിൽ ആർട്സ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന ആർട്സിനായിരുന്നു. അപ്പോൾ എൻ്റെ പ്രിൻസിപ്പൾ എന്നെ പറയുന്നത്, നീ വല്ല ആർട്സ് കോളേജിൽ പോകുന്നതായിരിക്കും നിനക്ക് നന്നാവുക എന്നുള്ള രീതിയിൽ വരെ പറയുന്നു. പക്ഷെ അവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ആ സമയത്ത് മിസ് കോളേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനിങ്ങനെ പങ്കെടുക്കും. അപ്പോൾ എനിക്ക് അതിലിങ്ങനെ വിന്നറാകാൻ പറ്റിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്തത്തെ പേജൻസും കൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ മിസ് സൗത്ത് ഇന്ത്യയിൽ പോയി റണ്ണറപ്പായി. അപ്പം അങ്ങനെയാണ് മോഡലിങ്ങിലേക്ക് ഞാൻ വരുന്നത്. എൻ്റെ പ്ലാൻ തന്നെ ഇതായിരുന്നു, നഴ്സിംഗ് കംപ്ലീറ്റ് ആക്കുന്നു, കാനഡയിൽ പോകുന്നു, സെറ്റിൽ ആവുന്നു. പക്ഷെ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു കോൾ വന്നല്ലോ. അപ്പം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് സക്സസ്ഫുൾ ആയി. അതെ, അതുകൊണ്ട് അതിനാണല്ലോ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഇനിയിപ്പോൾ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എന്നൊക്കെ. ഓക്കെ, ഇപ്പം ഭയങ്കര റെയറാണ് കേൾക്കുന്നത് ഇപ്പം നഴ്സിംഗ് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ആ ടീച്ചേഴ്സും കോളേജിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ അത്രയും പ്രഷറിൽ ഫ്രീ ടൈം പോലും ഇല്ലാതെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് ഇപ്പം റീസെൻ്റ്ലി തന്നെ ഇപ്പോൾ നീറ്റ് എക്സാമിനെ കുറിച്ചൊക്കെ കുറേ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. നമ്മുടെ കോക്രോച്ച് പാർട്ടി സംഭവങ്ങളൊക്കെ എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്ന ആളാണ് അല്ലേ? ഫോളോ അപ്പ് ചെയ്യുന്ന ആൾ ഡെഫിനറ്റ്ലി. ഞാനും ഈ മെഡിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ക്ലാസ്സിൽ നമ്മൾ ബിഗിനിങ് സ്റ്റേജിൽ നഴ്സിംഗിൽ എൻ്റെ കൂടെ പഠിച്ച കുറച്ച് പേരുണ്ടായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ഡ്രീം അവർക്ക് മെഡിസിനിന് പോകണമെന്നായിരുന്നു, ഡോക്ടർ ആവണം എന്ന് ആഗ്രഹിച്ച് വന്നവരായിരുന്നു. പക്ഷേ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് ഇതുപോലെ നീറ്റ് എക്സാമിന് ട്രൈ ഔട്ട് ചെയ്ത് 3 വർഷം അവരതിനൊക്കെ കളഞ്ഞ് എന്നിട്ടും കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവർ നഴ്സിംഗ് പ്രൊഫഷൻ എടുത്തിരുന്നത്. അപ്പം ഐ നോ ദാറ്റ് നീറ്റ് എക്സാം എത്രത്തോളം ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഒരുപാട് ലെഷർ ടൈമും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് അതിനു വേണ്ടി മാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഒന്നും കയ്യിലില്ലാത്ത ആൾക്കാർ, ഐ മീൻ പാരൻസ് ആണെങ്കിലും അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് നീറ്റ് എന്ന് പറയുന്നത്. അപ്പം ഐ നോ ലൈക്ക് ഇതുപോലെ ഇമോഷണലി ഒരുപാട് സ്റ്റോറീസ് ഞാൻ എൻ്റെ ക്ലാസ് തന്നെ കേട്ടിട്ടുണ്ട്, നഴ്സിംഗ് പഠിക്കുന്ന ഞാൻ. അപ്പോൾ ഐ നോ ദാറ്റ് ഇതിപ്പോൾ ഈ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നതും എത്രയോ പിള്ളേരെയാണ് അത് ബാധിച്ചത്. ഒരുപാട് പിള്ളേർ സൂയിസൈഡ് വരെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം. സോ ഐ ടോട്ടലി റെസ്പെക്റ്റ് സോനം വാങ്ചുക്. ആ പുള്ളി സാറ് ചെയ്തേക്കുന്ന ഈ കോൺട്രിബ്യൂഷൻ ചില്ലറ കാര്യമൊന്നുമില്ല. കാരണം അത്രയും ഫ്യൂച്ചർ, ഇപ്പം നമ്മുടെ കയ്യിൽ ഫ്യൂച്ചറിനെയാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. സോ യു ഡോണ്ട് ഈവൻ നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു പേപ്പർ ലീക്ക് ആവുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമില്ല. അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വീക്ക് പോയിൻ്റാണത്. അതെന്താണ് കണ്ടുപിടിച്ച് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. മെറിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതേപോലെ ഓണസ്റ്റിക്ക് അതിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. കഷ്ടപ്പെട്ട് പഠിച്ച പിള്ളേർക്കൊന്നും ഇല്ലാണ്ടാവുക എന്നുള്ളൊരവസ്ഥ ഇസ് വെരി ബാഡ്. സോ ഐ സപ്പോർട്ട് ദ സ്റ്റുഡൻസ് ഹു ആർ ദെയർ ഔട്ട് ദെയർ ഫോർ ദ നീറ്റ്. എന്തിലൂടെയാണ് പോകുന്നതെന്ന് നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോഴും ഉണ്ടാവും ചില ആൾക്കാർക്ക് ഇത്രയും കഷ്ടപ്പെടുന്നതിനൊരു ഉത്തരമില്ലല്ലോ. സോ ഐ ഫെൽ സോ സാഡ് അബൌട്ട് ഇറ്റ്, ഡിസ്ഹാർട്ടനിങ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദീപയ്ക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ, എന്തൊക്കെ കൊണ്ടുവരും? അതൊക്കെ പറഞ്ഞു കുറേ പേരെ കൊന്നു കളയും. ഷൂട്ടഡ് സൈറ്റ് അത് അത്ര ചെയ്യാനുള്ളൂ. നമുക്ക് ക്ഷമിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല ചില. ഒരു പീസ്ഫുൾ ലോകം സൃഷ്ടിക്കാമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ചുറ്റിലുള്ള ആൾക്കാർക്ക് ഹാപ്പിനെസ് ഒരു സ്പ്രെഡിങ് തിങ്ങാണ്. ഇപ്പം ഇവിടെ ഒരാൾ സങ്കടപ്പെട്ടിരുന്നാലും അത് ചുറ്റിലുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മളെപ്പോഴും അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് ഞാൻ. പിന്നെ ഞാനൊരു ഹ്യൂമാനിറ്റേറിയൻ ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതേപോലെ എനിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ട്. അതേപോലെ ഈ ചുറ്റിലിങ്ങനെ റോഡിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക്കും ഇതൊക്കെ ഇടുന്നതിന് ഒക്കെ എതിരാണ് ഞാൻ. നേച്ചറിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളൊരു ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഞാൻ ചെയ്യുന്ന, എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക ലൈഫിൽ. എങ്ങനെ ദീപേനെ തന്നെ ഹാപ്പി ആക്കുന്നത്?
ലൈക്ക് നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ കയ്യിലാണെന്നുള്ള പറയാം. അപ്പം ഇപ്പം നമുക്ക് ആരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഡൗൺ ആയിട്ടിരിക്കാൻ മോട്ടിവേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് വെക്കുക. ഹാപ്പി ആയിട്ടോ? ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത് സിനിമകൾ കണ്ടിട്ടായിരിക്കും. ചിലപ്പോൾ എനിക്ക് ചിരിക്കണം എന്ന് തോന്നിക്കാൻ ഞാൻ അപ്പം ഇരുന്ന് കാണുന്നത് സലീം കുമാറിൻ്റെ വീഡിയോസ്, പുലിവാൽ കല്യാണം ഇരുന്ന് കാണുക, പിന്നെ കുക്ക് ചെയ്യും, അങ്ങനത്തെ പരിപാടികളാണ്. പിന്നെ ജിമ്മിൽ പോകും സുഖമില്ലാത്തപ്പോൾ. സുഖമില്ലാത്തപ്പോൾ മാത്രം പോകാറില്ല, അല്ലാത്ത സമയത്തൊക്കെ പോകും. ഓക്കെ. ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും ചോദിക്കും, ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫിസിക്ക് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പം അതിന് എന്തൊക്കെയാണ് സ്കിൻ കെയർ? യു ഹാവ് ബ്യൂട്ടിഫുൾ സ്കിൻ. താങ്ക് യു. ഇറ്റ്സ് മേക്കപ്പ്. ഞാൻ ബ്യൂട്ടീഷ്യൻ ചെയ്യാറില്ല. ഓക്കെ. എന്തൊക്കെ ചെയ്യാറുണ്ടോ? ജിം, പിന്നെ ഡയറ്റ് നോക്കും, പിന്നെ കുറച്ച് വെള്ളം കുടിക്കും, അതെ, ഷുഗർ കട്ട് ചെയ്യണം. പിന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റ് നിങ്ങൾ എന്തായാലും കാണണം. പറയുന്ന ഒരു വെള്ളം കുടിച്ചിട്ട് മാത്രം കാര്യമൊന്നുമില്ല. ഒരു പ്രായമാകുമ്പോൾ നമ്മൾ ഇതൊക്കെ നോക്കണം. അപ്പം അതിനുള്ള നമുക്ക് മെഡിസിൻസ് ഉണ്ടല്ലോ, ലൈക്ക് സപ്ലിമെന്റ്സ് എടുക്കുക, ഫിഷ് ഓയിൽസ് എടുക്കുക, ഇതൊക്കെ തന്നെ. ഓക്കെ. ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ആരാണ്? ഫ്രണ്ട്സ്, ഫാമിലി? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തളരരുത്, മുന്നോട്ട് പോകണം. തളരരുത് രമന, തളരരുത്. ഈ തളർന്നിരിക്കുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്, മര്യാദയ്ക്ക് ആക്റ്റീവായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്ന? ഇല്ല, അവരെപ്പോഴും ഓരോ സിനിമകൾ വരുമ്പം ചില സിനിമകളൊക്കെ എനിക്ക് സ്ക്രിപ്റ്റ് വർക്കൗട്ട് എല്ലാം വീട്ടിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. ഇങ്ങനൊരു സാധനം വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സാധനം വന്നിട്ട്, ഇത് പക്ഷേ ഇങ്ങനൊരു സാധനമല്ലേ, ഒന്നും നോക്കരുത്, അത് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ കുറച്ച് ഫിൽട്ടർ ചെയ്തെടുക്കുന്ന ഒരാളാണ്. പക്ഷെ അച്ഛയ്ക്ക് അമ്മയ്ക്ക് എല്ലാം ചെയ്യണം, അതും നടപടിയാവുമല്ലോ. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അവരത്രയും സപ്പോർട്ടീവാണ്. ആക്ച്വലി അത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. കാരണം എന്ത് ചെയ്താലും ഓക്കെ നീ ചെയ്തോ, ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് പറയുന്ന ഫാമിലീനെ കിട്ടുന്നത്. പക്ഷെ ബിഗിനിങ്ങിനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നഴ്സിംഗ് പഠിക്കുന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ നഴ്സിംഗ് നീ ചോദിച്ചില്ലേ, അതെല്ലാം ചോദിച്ച അമ്മയാണോ നീ? അത് പഠിക്കുന്ന സമയത്ത് എനിക്ക് തീരെ സപ്പോർട്ടില്ലായിരുന്നു. ഞാൻ ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. മോഡലിങ്ങിന് ഞാൻ കാലിക്കറ്റ് നിന്ന് കൊച്ചി വരെ വന്നിട്ട് മോഡലിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ പോവും. അപ്പൊ അത് വീട്ടിലറിഞ്ഞിട്ടില്ല? ഇല്ല. ഇപ്പൊ അറിഞ്ഞില്ലേ? ഇപ്പറിയാം, അത് കുഴപ്പമില്ലല്ലോ. അപ്പൊ എപ്പോഴാ ഇവര് സപ്പോർട്ട് മാറി, അതായത് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്? സ്ക്രീനിൽ എന്നെ കാണാൻ തുടങ്ങിയപ്പം. ഓക്കെ, എൻ്റെ കുട്ടിക്ക് അതിലൊക്കെ കാണാൻ തുടങ്ങിയപ്പം, കരിക്ക് വെബ് സീരീസിൽ കണ്ടപ്പം, പിന്നെ #home ഇവർ പ്രീമിയർ ഷോ അവർ കാണാൻ വന്നായിരുന്നു. അതൊക്കെ ആ ഒരു ജേർണി തന്നെ മനസ്സിലായി, ഇത് എനിക്ക് വെറുതെ തോന്നിയ ഒരു സൂപ്പർഫിഷ്യൽ സാധനമല്ല എന്ന് തോന്നിയിട്ട് സപ്പോർട്ട് മനസ്സിലായി. പ്രൂവ് ചെയ്തു. ശരിക്കും പ്രൂവ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും അപ്രീഷിയേറ്റ് ചെയ്ത ആൾക്കാർ കഷ്ടപ്പാടാണ്, പക്ഷെ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മളതിന് പണിയെടുത്തു കഴിഞ്ഞാൽ ലൈഫിൽ നമുക്കത് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റ് തോന്നിയിട്ടുണ്ടായിരുന്നു, അയ്യോ ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ച് ഇനിയിപ്പോൾ ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഒരു പോയിന്റിലൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് അതേപോലെ പോകാം. ചുറ്റിലും എൻ്റെ പാരൻസ് അല്ല, പക്ഷെ അല്ലാതെ കുറച്ച് പ്രഷേഴ്സൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഐ തോട്ട് ദാറ്റ് തിരിച്ചു പോയാലോ എന്ന്. പക്ഷെ പോവാഞ്ഞത് നന്നായി. എവിടേക്കോ ഒരു നമ്മളിങ്ങനെ പിടിച്ചു നിർത്തല്ലേ ബാക്കിൽ നിന്ന്, അപ്പോൾ അതങ്ങനെ സ്റ്റേ ബാക്ക് ചെയ്തതാണ്. അങ്ങനെ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ളൊരു പോയിന്റ് എന്താ? അത് ലൈഫിൽ ഇപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരു പോയിന്റിൽ വേർ വി ഫീൽ ദാറ്റ് യു ആർ നോട്ട് ഡിസേർവിങ് ദിസ്. യു ആർ നോട്ട് ഡിസേർവിങ് ഇസ് നമ്മുടെ സ്വന്തമായിട്ടൊരു ഇതിലല്ല, നമുക്ക് എപ്പോഴും ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഒരു പോയിന്റിൽ വേണം. പക്ഷെ അതൊന്നും ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ലൈക്ക് ഐ ജസ്റ്റ് ഹാവ് ടു ലീവ് ദിസ് പ്ലേസ് എന്നൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ദെൻ വിത്തിൻ സം മന്ത്സ് അത് ബാക്ക് ടു നോർമലായി. ഐ തോട്ട് ദാറ്റ് ഇതൊക്കെ നമ്മുടെ ഈവിൾ മൈൻഡ് പറയുന്നതാണ്. ഡോണ്ട് ലിസൺ ടു ഇറ്റ്, ബിലീവ് ഇൻ യുവർ ഇൻസ്റ്റിങ്സ് എന്നുള്ള സാധനം. അങ്ങനെ ഒരു ഇതുണ്ട് ഉള്ളിൽ ഈ പറയുന്ന, എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട് ഉള്ളിലിരുന്ന് വേറെ ഏതോ ഒരു വോയിസ് സംസാരിക്കും. അത് നെഗറ്റീവ് ടോക്കിംഗ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളൊന്നും അല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, യു ഡോണ്ട് ഡിസേർവ് ടു ബി ദേർ എന്നൊക്കെയുള്ളൊരു സാധനം നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് പോലെ കേട്ടോ. വെൻ യു ഗെറ്റ് എ ലോട്ട് ഓഫ് പ്രഷർ അറൗണ്ട് യു, അതൊരു നെഗറ്റീവ് എനർജിയാണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് വിൽ കം ഔട്ട് ഓഫ് ദാറ്റ് ബോക്സ്. അപ്പോൾ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോഴുള്ള പ്രശ്നമാണ് അതൊക്കെ.
അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഫിസിക്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു. സോ ഹൗ ഡു ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത്? മെൻ്റൽ ഹെൽത്ത് സന്തോഷിപ്പിക്കുന്ന ആൾക്കാരുടെ കൂടെ നടക്കുക. അതാണ് ഫസ്റ്റ്. നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ഇപ്പം നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നല്ല കാര്യത്തിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ഓഫ് ഇറ്റ്. സി ഞാൻ ടു യു പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ, in just before a conversation you were telling me that I lost my 6 years of friendship, right? You are blessed actually. കാരണം അതാണ് നമുക്ക് ലൈഫിൽ അങ്ങനെ ഒരു ചുറ്റിലും നമ്മൾ കോൾ വരിക എന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അപ്പം നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ എപ്പോഴും ഹാപ്പി ആയിട്ടും നമ്മളെ ഹെൽപ്പ് ഔട്ട് ചെയ്യുന്ന ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. സോ ഇപ്പോൾ ഞാൻ ചെയ്ത റാവു ബഹദൂർ എന്ന് പറയുന്ന സിനിമ എൻ്റെ ഇത് മാത്രമല്ല, എനിക്ക് ചുറ്റിലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് ഞാനിന്ന് ആ ക്യാരക്ടറെങ്കിലും ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നത്. സോ there should be people around you who gives that happiness, who gives that support. It's very important. അങ്ങനെയുള്ളവരെ കൂട്ട നിർത്തുക. പിന്നെ അതേപോലെ പോസിറ്റീവായിട്ട് എപ്പോഴും തിങ്ക് ചെയ്യുക. ഐ നോ സം ഡേയ്സ് യു മൈറ്റ് ഗോ ത്രൂ എ ലോട്ട് ഓഫ് ഇത് പറ്റുന്നില്ല, ഇതെന്താ ഇങ്ങനെ, ബട്ട് സാധനം സെൽഫ് ബിലീവ് കൊടുത്തു കഴിഞ്ഞാൽ ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഈസിയർ. നമ്മൾ സെൽഫ് ഡൗട്ട് ചെയ്യുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ മെൻ്റൽ ഹെൽത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എങ്ങനെയാണ് ക്രിറ്റിസിസംസ് എടുക്കുന്നത് ദീപ തോമസ് എന്ന വ്യക്തി? അയ്യോ, ഒരിടയ്ക്ക് എനിക്ക് ക്രിറ്റിസിസംസ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ റിയാക്റ്റൊക്കെ ചെയ്തൊരു പോയിന്റ് ഉണ്ട്. കാരണം നമ്മളെപ്പോഴും ആൾക്കാരുടെ ഇടയിൽ എപ്പോഴും ഇഷ്ടപ്പെട്ട് ജീവിക്കണം എന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിലൊന്നൊരു കാര്യമില്ല. എന്നുവെച്ചാൽ എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമുക്ക് നമ്മളല്ലാണ്ട് ജീവിക്കേണ്ടി വരും. അപ്പോൾ ദെൻ ഐ റിയലൈസ് ദാറ്റ് ഞാനിങ്ങനെയാണ്. ഇതിപ്പം എന്ത് ചെയ്യാൻ, ഇപ്പം നമ്മൾ നല്ലത് ചെയ്താലും ചീത്തത് ചെയ്താലും ക്രിട്ടിസൈസ് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. സോ ഫൈനലി ഐ ഗേവ് അപ്പോൺ ദാറ്റ് തോട്ട് ദാറ്റ് ഇതൊന്നും നോക്കരുത്, ഇതൊന്നും അല്ല, ഐ വിൽ ബി ഡൂയിങ് വാട്ട് എവർ ഐ വോണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതിൽ കാര്യമില്ല എന്നുള്ളത്. ഈ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ചക്കിറ്റ്. അത് ഇപ്പം എനിക്കത് തന്നെ ബാധിക്കുന്ന പോലുമില്ല. കാരണം ആർക്കും നമ്മുടെ ജേർണി എന്താണെന്ന് അറിയില്ല. സോ അവരുടെ അടുത്ത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു പോയിന്റ് കഴിയുമ്പം. അതാ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്താലും കംപ്ലയിൻറ്റ്സ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് ഇങ്ങനെ കണ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ലീവ് ചെയ്യാം. അതിൽ ചക്കിറ്റ്. ഓക്കെ. ഈ ക്യാമറക്ക് ഫ്രണ്ടിലുള്ള ദീപയും ക്യാമറക്ക് പുറകിലുള്ള ദീപ തോമസ് എങ്ങനെയാണ്? ഞാനാ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇങ്ങനെ തന്നെ. എന്തൊക്കെ ഹോബീസൊക്കെ? അപ്പോൾ എനിക്ക് ഡിസൈനിങ് ഇഷ്ടമാണ്, ക്ലോത്ത്സ് ഡിസൈൻ ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ബുക്സ് വായിക്കും, ജേർണലിങ്, ഇത്രയേ ഉള്ളൂ. കുക്കിംഗ്. ഞങ്ങൾ ഇപ്പം ആക്ട് ചെയ്യുന്നുണ്ട്, അതല്ലാതെ ഇപ്പം സിംഗിങ്, ഡ്രോയിങ്, അങ്ങനത്തെ നമ്മളറിയാത്ത എന്തെങ്കിലും ടാലൻസ് ഒക്കെ ഉണ്ടോ? ഞാൻ പാട്ട് പാടും, പിന്നെ ഡ്രോയിങ് ഇല്ല. ഡാൻസും ഒക്കെ ചെയ്യും. ഓക്കെ, ഞാൻ കുറച്ച് ഒരു റാപ്പിഡ് ഫയർ പോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം പെട്ടെന്ന് ആൻസേഴ്സ് പറഞ്ഞാൽ മതി. ഓക്കെ. സ്വന്തം ഫിലിമിലെ ഡയലോഗ് എപ്പോഴെങ്കിലും റിയൽ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? സ്വന്തം ക്യാരക്ടർ പറയുന്ന ഡയലോഗ്സ് ഉണ്ട്. അത് ഈ പടത്തിൽ തന്നെ ഉണ്ട്. ഒരു നലുപ്പ് കൂടെ രംഗേ കഥ എന്ന് വെച്ചാൽ കറുപ്പും ഒരു നിറമല്ലേ എന്നാണ് അത് പറയണത്. എന്ന് വെച്ചാൽ ഒരു കോഫി ഉണ്ടാക്കുന്നത്, ബ്ലാക്ക് കോഫി ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് ബ്ലാക്ക് കോഫി ഉണ്ടാക്കാറില്ല, അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന കളറിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറയാണ് നലുപ്പ് കൂടെ രംഗേ കഥ, കറുപ്പും ഒരു നിറമല്ലേ. അപ്പം ഞാനിതൊരു പ്രാവശ്യം റേസിസത്തിൻ്റെ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാനിതൊരു പോസ്റ്റ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. where I wanted to speak about it. Like it's not the fairness that I see. I always see humanity. അത് ഞാൻ പബ്ലിക്കലി ഞാൻ ഒരു പോസ്റ്റ് പോയൊരു സാധനമാണ്. അത് ഞാൻ റിയൽ ലൈഫിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആക്ച്വലി ഭയങ്കര ഗട്ട്സ്. ഇപ്പം പല സിറ്റുവേഷനിലും നമ്മുടെ ഒപ്പീനിയൻ പറയാൻ നമുക്കൊരു ഗട്ട്സ് വേണം. ഈ പറഞ്ഞ പോലെ റേസിസം ഇപ്പോഴും ഉണ്ട്, പല ആൾക്കാരുടെ ഇടയിലുണ്ട്.
പക്ഷെ അത് ഇതിന് ഗട്ട്സ് വേണോ ഇത് പറയാൻ? പല ആൾക്കാരും റിയാലിറ്റി അല്ലേ? അതെ, പക്ഷെ ഇപ്പം എനിക്ക് പേഴ്സണലി അറിയുന്ന കുറേ പേരുണ്ട്. ഇപ്പം ചില ഈ സിറ്റുവേഷൻ ആണെങ്കിലും വരുമ്പോൾ നമ്മളോട് പറയും, പക്ഷെ അത് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അവരത് ന്യൂട്രലായിട്ട് നിൽക്കും. അത് മേ ബി അവരുടെ ഒരു സർവൈവലിന് വേണ്ടിയിട്ടായിരിക്കും, ബട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇഫ് യുവർ ലൈഫ് വാസ് എ മൂവി, എന്തായിരിക്കും അതിൻ്റെ ടൈറ്റിൽ? ദി ഗോ ഗെറ്റർ. ദി ഗോ ഗെറ്റർ. വൈ ദി ഗോ ഗെറ്റർ? നമ്മൾ ലൈഫിൽ എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുക. ഇഫ് യുവർ ലൈഫ് ഹാഡ് എ സ്കിപ്പ് ആഡ് ബട്ടൺ, വെൻ വുഡ് യു യൂസ് ഇറ്റ്? സ്കിപ്പ് ആഡ്, നമ്മൾക്കിങ്ങനെ യൂട്യൂബിൽ സ്കിപ്പ് ആഡ് വരില്ലേ, അപ്പോൾ അത് ലൈഫിലുണ്ടെങ്കിൽ അത് എപ്പോഴായിരിക്കും യൂസ് ചെയ്യാം? സ്കിപ്പ് ചെയ്യാനാ? നെഗറ്റീവ് പീപ്പിൾ. സ്കിപ്പ്. One thing you love about yourself? Me? I'm an extrovert. അപ്പോൾ എനിക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കാൻ വന്നതിന് മറ്റേ ഇങ്ങനെ ചമ്മി മാറി നിൽക്കുന്ന ഒരു ആളല്ല. I'll talk. I can make that ഒരു കംഫർട്ട് കൊടുക്കാൻ പറ്റും എനിക്ക് ഒരാളോട് സംസാരിക്കുമ്പം. I believe in that. അതാണ് ഞാൻ കേട്ടിട്ടുള്ളതും. അത് ആക്ച്വലി കറക്റ്റാ. താങ്ക് യു. വെൽക്കം. ഇത് എപ്പോഴെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദീപ് ഭയങ്കര ജാടക്കാരിയാണ്, പക്ഷെ സംസാരിച്ചപ്പോൾ എല്ലായിടത്തും കേൾക്കും. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ വാപ്പയ്ക്കും ഉമ്മച്ചിക്കൊക്കെ ഉണ്ടക്കണ്ണ് വയ്ക്കില്ലേ, കള്ള ലക്ഷണം ഉണ്ടല്ലോ, അതേപോലെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തെലുങ്ക് ഓഫ് കോഴ്സ് അത് ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ നമുക്ക് പഠിക്കണം. ലിപ്സിംഗ് അത് ഓൺ ഡബിങ് ആണോ? നോ, ഞാൻ 4 days ട്രൈ ചെയ്തു. ഡയറക്ടറിന് ഓക്കെ ടാറ്റ ബൈ ബൈ, നമുക്ക് വേറെ ആളെ പിടിക്കാം. ഓക്കെ, എന്നാലും നമ്മൾ ഡയലോഗ് പറയാനാണെങ്കിൽ ഇത് പഠിക്കണം, അതൊരു ചാലഞ്ചിങ്. അതല്ലാതെ വേറെ എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടായിരുന്നു? ചാലഞ്ചസ് എന്നോട് പറഞ്ഞായിരുന്നു 90s 60s കാലഘട്ടം എന്ന് പറയുമ്പം അമ്മൂമ്മ, എൻ്റെ അമ്മൂമ്മയുടെ ഒരു നാണവും എക്സൈറ്റ്മെൻറ്റും കാണും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആ എക്സൈറ്റ്മെൻറ്റും നാണവും കണ്ടിട്ടില്ല. ഞാൻ എൻ്റെ അമ്മൂമ്മനെ കുറച്ച് പ്രായത്തിന് ശേഷമല്ലേ കാണുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, അതാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ നീ കുറച്ച് സിനിമകൾ ഇരുന്ന് കാണും. അങ്ങനെ ഞാൻ മിസ്സമ്മ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് തെലുഗുവിൽ, വൺ ഓഫ് എ ഫേമസ് ഫിലിം, സാവിത്രി ഗാരുവിൻ്റെ. അവരുടെയൊക്കെ പടങ്ങളിരുന്ന് കണ്ടിട്ടാണ് ആ ഒരു ഇമോഷനിലേക്ക്, അത് കുറച്ച് എക്സാജറേറ്റഡ് ആണ്. അപ്പോൾ അതിലൊരു സോങ്ങിലൊക്കെ ഇങ്ങനെ ഞാനൊരു പുഴ കാണുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അത് അന്നത്തെ കാലഘട്ടത്തിലെ സ്ത്രീകളും അതിപ്പോൾ പുരുഷന്മാരായാലും അവരുടെ ഒരു ഇമോട്ടിങ് ലെവൽ വേറെയല്ലേ. ഞാനിപ്പോൾ പുഴയാണോ എന്ന് പറഞ്ഞ് നടക്കുന്നതാണ്. അപ്പോൾ അതങ്ങനെ കുറച്ച് കാര്യങ്ങൾ എക്സാജറേഷൻ ഉണ്ടായിരുന്നു ഇമോഷൻസിൽ. അതായിരുന്നു കുറച്ച് ടാസ്ക്. ഓക്കെ, ഇപ്പം കോ ആക്ടേഴ്സിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആക്ടർ ആരാ? ഐ വുഡ് സേ ലുക്മാൻ വാസ് ഗുഡ്. അതേപോലെ സത്യദേവ് ഈ തെലുഗു പടത്തിന് അടിപൊളിയായിരുന്നു. ഈവൻ വിനയ് ചേട്ടൻ അടിപൊളിയായിരുന്നു. വിനയ് ചേട്ടൻ്റെ കൂടെ 2 പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു മോഹൻകുമാർ ഫാൻസ് എന്ന് പറഞ്ഞ പടത്തിൽ പേരായിട്ടും, അതിനുശേഷം പെരുമാനിയിലും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് പറയുമ്പോൾ ഹോമിൽ ഇന്ദ്രൻ സൈഡിൻ്റെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ്, അതിനുശേഷം അദ്ദേഹം ചെയ്ത മൂവീസാണ്. ഇപ്പം കറുപ്പിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കൂടെ അഭിനയിച്ച ഒരാളല്ലേ, അപ്പം ആസ് എൻ ആക്ടർ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ദ്രൻ സേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഹോമിൽ കണ്ടില്ലേ, അത് തന്നെയാണ് ഇന്ദ്രൻ സേട്ടൻ റിയൽ ലൈഫിലും. പുള്ളി ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഫോണാണ്. പിന്നെ അതേപോലെ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നമ്മളൊക്കെ ടേബിളിരുന്ന് ഇങ്ങനെ വിശാലമായിട്ടിരിക്കുമ്പോൾ പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരൊക്കെ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലൊക്കെ ഇരുന്നായിരിക്കും ഫുഡ് കഴിക്കുക. അവരുടെ കൂടെ ഇരുന്നാൽ പോയി കഴിക്കുക. നമ്മൾ വിളിച്ചാലൊന്നും വരില്ല. പുള്ളി അങ്ങനെയാണ്. ഓക്കെ, ഹീസ് വെരി ഹംബിൾ. ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ഹംബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കും ഇന്ദ്രൻ സർ. ഓ, അതാ ഞാൻ ഏതൊരു വീഡിയോയിലും ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടേ. അപ്പം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടച്ച് ഫോൺ യൂസ് ചെയ്യാൻ അറിയത്തില്ല. അതെ, കറക്റ്റ് ഹോമിൽ എന്താണോ അത് തന്നെയാണ് പുള്ളി റിയൽ ലൈഫിൽ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. മാനിഫെസ്റ്റേഷനിലൊക്കെ വിശ്വസിക്കുന്ന പിന്നെ യെസ്, അതെന്തെങ്ങനെ? അല്ലെ, ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. ഞാനിങ്ങനെ മറ്റേ ഈ മൈക്കിൾ സിനിമയും കൂടെ കണ്ടപ്പോൾ ഞാൻ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിനിമ. അതിൽ പുള്ളി എഴുതിയേക്കുന്ന കാര്യങ്ങൾ എനിക്കിഷ്ടമാണ് അങ്ങനെ എഴുതുന്നത്, നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കുന്നത്. ഇഷ്ടപ്പെടുന്ന ആളാണ്.
ഓക്കെ. എങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് കൂടുതൽ ഇഷ്ടം? ഇപ്പം ഹീറോയിൻ തന്നെ വേണമെന്ന് നിർബന്ധം ഇല്ലാത്ത ഒരാളാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ് എനിക്കിഷ്ടം. ഓക്കെ. എങ്ങനെ ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ട്, ഇപ്പം ദീപനെ നമ്മളിപ്പോൾ ഒരു സ്ക്രിപ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്താൽ എന്തൊക്കെ നോക്കും അതിൽ? ഫസ്റ്റ് ഞാൻ നോക്കുന്നത് കഥാപാത്രങ്ങൾ. എൻ്റെ കഥാപാത്രം എത്രത്തോളം ഉണ്ടെന്ന് നോക്കും, പെർഫോം ചെയ്യാൻ പറ്റുന്ന സാധനമാണോ നോക്കും, അത്രേ ഉള്ളൂ. അത് ഓക്കെ ആണെങ്കിൽ ചെയ്യും. അതാണല്ലോ മെയിൻലി നമുക്ക് വേണ്ടത്. ഓക്കെ. ഇപ്പൊ വല്ലാതെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നോ അതല്ല. അതിന് മുകളിൽ ഞാൻ ആർട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. സത്യം പറ, സീരിയസ്ലി ആണ്. സീരിയസ്ലി ആണ്. നല്ല സിനിമകളുടെ ഭാഗമാവാന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഓക്കെ. എങ്ങനെയാ സിനിമ ഹീൽ ചെയ്തത് ആസ് ആൻ ആക്ട്രസ്? നമ്മളിങ്ങനെ പറയില്ല, ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത് ഹീൽ ചെയ്യുന്ന പറയില്ലേ? യു ലവ് സിനിമ, യു ലവ് ആക്ടിങ്. സോ ഫോർ മീ ദർ വാസ് എ ലോട്ട് ഓഫ് ഇയേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു പെയിൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഭയങ്കര വിഷമിപ്പിക്കുന്ന സന്ദർഭങ്ങളൊക്കെ ഞാൻ വെൻറ്റ് ഔട്ട് ചെയ്യുന്നത് റാവ് ബഹദൂറിലായിരിക്കും. It's very just imagine you are in a room like for 8 years. എന്നിട്ട് ആ റൂമിൽ നിന്ന് നീ ഇറങ്ങാണ്, where you see a lot of men who's മാനിപ്പുലേറ്റീവ്. അതേപോലെ ഈ മെൻ എന്ന് പറയുന്ന നമ്മൾ വെറുത്തു പോകുന്നൊരു, ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും റാവ് ബഹദൂറിൽ അങ്ങനെയാണ് ഈ വ്യക്തിനെ കാണിക്കുന്നത്. റാവ് ബഹദൂർ ഇസ് എ വില്ലൻ, ഡബിൾ ആണ്, പക്ഷേ എവറിത്തിങ് ഇസ് ദെയർ. ബട്ട് സ്റ്റിൽ അയാളുടെ ഇതിൽ നിന്ന് ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങാണ് ആഫ്റ്റർ 8 years. സോ ദാറ്റ് ഈസ് സംതിങ് ഐ എം വെരി ലൈക്ക്, നമ്മൾ സ്ത്രീകൾക്ക് അത് ഭയങ്കര ഒരു കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഇത്. അപ്പോൾ ആ ഒരു ഇമോഷനൊക്കെ ഞാൻ വെൻറ്റ് ഔട്ട് ചെയ്യുന്നത് ഈ സിനിമയിലാണ്. സോ ഐ തിങ്ക് ദാറ്റ് ഇങ്ങനത്തെ ഇമോഷണൽ സീൻസ്, അതെ, ഈ ഇമോഷൻസ് ആയിരുന്നു എൻ്റെ ഈ സിനിമയിൽ എനിക്ക് എന്നെ ഹീൽ ചെയ്തത്. ഈ ഒരു ഫാക്ടർ ആയിരുന്നു. സോ I believe that I gave my 100% for this film. അപ്പം എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഏറ്റവും കൂടുതലാ ഭയങ്കര ഇപ്പോൾ എനിക്ക് ഈ ഒരു മൊമെന്റിൽ ഫേവറേറ്റ് സ്റ്റിൽ പെരുമാനി ആണ്, പക്ഷെ റാവ് ബഹദൂർ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചു, ഞാൻ ചോദിച്ചു സ്റ്റിൽ പെരുമാനി ആണ്. പക്ഷെ അതെന്താ അറിയാം, നമുക്ക് ഒരിക്കലും ചില കാര്യങ്ങൾ നമ്മൾ എത്ര പരിപാടികൾ ചെയ്താലും നമ്മുടെ മനസ്സിൽ നിൽക്കും അത്. പെരുമാനി അങ്ങനെ നിന്ന സിനിമയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത്രയും സ്ട്രഗിളിങ് ടൈമിലാണത് വന്നത്. അപ്പോൾ നമുക്കൊരിക്കലും ആ വന്ന വഴി നമ്മൾ എപ്പോഴും എൻ്റെ ക്ലോസ് ടു ഹാർട്ടിലായിരിക്കും പെരുമാനി. അത് കഴിഞ്ഞിട്ട് റാവ് ബഹദൂർ ഉള്ളൂ. ഇതിപ്പോ അവര് കാണുമെന്ന് നമുക്കറിയാം. കുഴപ്പമില്ല, അത് സാറിന് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെരുമാനിനെ പറ്റിയാ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ഫ്യൂച്ചർ പ്രോജക്ട്സ്? ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒന്ന് വരുന്നുണ്ട്. ഐ മീൻ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. മലയാളം, തമിഴ്, തെലുങ്ക്. മലയാളം പിന്നെ ഒരു തമിഴ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. മലയാളം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഹോപ്പ്ഫുള്ളി എനിക്കതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും ഇവിടെ തന്നെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാല്ലാ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടറൊക്കെ പെർഫോം ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കിട്ടട്ടെ. സോ ഓൾവേസ് സ്റ്റേ ഹാപ്പി, ഹെൽത്തി ആൻഡ് ബ്ലെസ്ഡ്. സെയിം ടു യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.